മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ ഇഡിക്കെതിരായി നടന്ന ആക്രമണം അത് കേരളത്തെ തന്നെ വല്ലാതെ നാണം കെടുത്തിയ ഒരു സംഭവമായിപ്പോയി. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു ഗൗരവകരം എന്താണ് എന്നിപ്പോൾ സഖാക്കൾ തിരിച്ചറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അന്വേഷണം ഇപ്പോൾ SIT ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കാം ഇനി ഈ ഒരു അന്വേഷണം? ഇപ്പോൾ പ്രതികളെ കണ്ടെത്തുക എന്നതിനേക്കാൾ ഉപരി ഈ കേസിൽ ഇതിൻ്റെ കൃത്യമായ വിചാരണ നടത്തുക, ശിക്ഷ ഉറപ്പാക്കുക, ഇതിൻ്റെ ഒരു ട്രയൽ, ഇതൊക്കെ ആയിരിക്കും അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള വെല്ലുവിളി. അതൊക്കെ വളരെ കൃത്യമായി നടന്നു പോകാൻ സാധ്യതയുണ്ടോ? 30 അംഗ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റീവ് ടീമിനെയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഈ കേസ് അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇത്തരമൊരു ടീമിനെ ഈ അന്വേഷണം ഏൽപ്പിച്ചതെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഒരു ദിവസം മുൻപ് നമുക്കറിയാം, തിങ്കളാഴ്ച എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വളരെ വിശദമായ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിരുന്നു. ഇതുവരെയുള്ള കേസ് അന്വേഷണത്തിൽ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിരീക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു വിശദ രേഖയാണ് അവർ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറിയത്. ആ റിപ്പോർട്ടിൽ ഈ കേസിൻ്റെ ഗൂഢാലോചനയെക്കുറിച്ച് പ്രത്യേകം അന്വേഷിക്കേണ്ടതുണ്ട്, അതിനുവേണ്ടി CBIയെ നിയോഗിക്കണമെന്നൊരാവശ്യം അവർ ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ വെച്ച് തിങ്കളാഴ്ച. മറുവശത്ത് നമുക്കറിയാം, മ്യൂസിയം പോലീസാണ് കേസ് അന്വേഷിച്ചു തുടങ്ങിയത്. തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ആദ്യ കേസ് ഡയറി സമർപ്പിച്ചത്. ഈ കേസിൽ തങ്ങൾ കൂടി കക്ഷിയാകുമെന്ന് ED പറഞ്ഞു. അപ്പോൾ 2 തലത്തിൽ സർക്കാരിൻ്റെ മേൽ സമ്മർദ്ദം. ഒന്ന്, CBIയിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പോകുന്നു. 2, തങ്ങൾ കൂടി കോടതിയിൽ കക്ഷി ചേരും എന്ന EDയുടെ നിലപാട്. ഇതിലപ്പുറം മറ്റ് ചില സമ്മർദ്ദങ്ങൾ സർക്കാരിന് മേലുണ്ട്. അതിലൊന്ന് EDയുടെ ഒരു സമാന്തര നിരീക്ഷണമാണ്. ഇപ്പോൾ കേരള പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ ED ഉദ്യോഗസ്ഥർ ഈ കാര്യങ്ങൾ വിശദമായി നിരീക്ഷിക്കുന്നു. മറുവശത്ത് ആഭ്യന്തര മന്ത്രാലയം ചുമതലപ്പെടുത്തിയ രഹസ്യാന്വേഷണ വിഭാഗം കേസിൻ്റെ എല്ലാ വിശദാംശങ്ങളും ശേഖരിച്ച് വിശദമായ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ ഭാഗത്തു നിന്ന് വലിയൊരു നിരീക്ഷണം ഈ കേസിൽ ഉണ്ട് എന്ന് സംസ്ഥാന സർക്കാർ മനസ്സിലാക്കുന്നു. ഇത്തരമൊരു ഘട്ടത്തിലാണ് കേസിൽ തങ്ങൾ ശക്തമായി നീങ്ങുന്നു എന്ന പ്രതീതി പൊതുവെ സൃഷ്ടിക്കണം പോലീസിനെ സംബന്ധിച്ച്. മറുവശത്ത് സർക്കാരിന് കേസന്വേഷണം ദുർബലമാണ് എന്നൊരു ഏതെങ്കിലും തലത്തിൽ നിന്നുള്ള വിമർശനം ഉയർന്നാൽ ഈ കേസ് CBIയിലേക്ക് പോകും. അത് സർക്കാരിന് നാണക്കേടുണ്ടാകും. കാരണം ഇത് പിണറായി വിജയൻ സർക്കാർ വീണതിന് ശേഷം പുതിയ VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്ന് ആഭ്യന്തര വകുപ്പിന് കിട്ടിയ ഏറ്റവും വലിയൊരു ആയുധമാണ്. 300ഓളം DYFI CPM പ്രവർത്തകർ, അവരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. കണ്ടാൽ അറിയാവുന്ന ഇതുവരെ 25 പേരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. 200 പേരെയെങ്കിലും തീർച്ചയായും അറസ്റ്റ് ചെയ്യണമെന്ന ഉത്തരവാണ് ആഭ്യന്തര വകുപ്പ് നൽകിയിരിക്കുന്നത്. ഇത് നമുക്കറിയാം, മ്യൂസിയം SHO എന്ന് പറയുന്ന R പ്രശാന്ത് ഇടതുപക്ഷ യൂണിയൻ്റെ വലിയ നേതാവാണ്, CPMൻ്റെ പ്രമുഖ നേതാവാണ്, പോലീസ് അസോസിയേഷൻ നേതാവാണ്. അപ്പോൾ R പ്രശാന്ത് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയെന്ന ആരോപണം കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ ഉന്നയിക്കുന്നു. പോലീസിൽ തന്നെ ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. ആദ്യം നോട്ടീസ് നൽകിയതിലെ ചില ക്രമക്കേടൊക്കെ വലിയ ചർച്ചകളായി ഇപ്പോൾ ഉയരുന്നു. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് പ്രശാന്തിനെ ഒന്ന് കൂച്ചുവിലങ്ങിട്ട്, എന്നാൽ പ്രശാന്തിലൂടെ തന്നെ ഈ അന്വേഷണം പൂർത്തിയാക്കണം. അപ്പോൾ അതുകൊണ്ടാണ് 30 അംഗ ടീമിനെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത്. ഈ ടീമിൽ 7 SIമാർ, 5 ഇൻസ്പെക്ടർമാർ, പിന്നീടൊരു അസിസ്റ്റൻറ്റ് കമ്മീഷണർ അടക്കം വലിയ വിപുലമായ ടീമാണ്. ഇവർക്ക് നൽകിയിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് 200 പേരെങ്കിലും അറസ്റ്റ് ചെയ്ത് അകത്തിടുക എന്നുള്ളതാണ്. പക്ഷേ ED ഉയർത്തുന്നത് മറ്റൊരു വിമർശനമാണ്. ഈ പ്രവർത്തകരെ ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത് കൊണ്ട് മാത്രം ഈ കേസ് പൂർണ്ണമാകുന്നില്ല. ഈ കേസിന് മറ്റ് ചില മാനങ്ങളുണ്ട്. വലിയ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു. അതാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണം. ആദ്യ 3 മണിക്കൂറുകൾ, അതായത് പിണറായി വിജയൻ്റെ വീട്ടിൽ വീണ വിജയനുമായി ബന്ധപ്പെട്ട വസ്തുതകൾ അന്വേഷിക്കാൻ ED എത്തി അവിടെ റെയ്ഡ് നടക്കുന്നു. ആദ്യ 3 മണിക്കൂർ ആ വീടിൻ്റെ പരിസരമൊക്കെ വിജനമായിരുന്നു എന്നാണ് ED പറയുന്നത്. പിന്നീട് CPM നേതാക്കൾ
മെസ്സേജുകൾ നൽകിയതനുസരിച്ച്, നിർദ്ദേശം നൽകിയതനുസരിച്ച് പാർട്ടിയുടെ പല പ്രവർത്തകർ, പ്രത്യേകിച്ച് ഗുണ്ടകൾ, തിരുവനന്തപുരത്തിൻ്റെ പല ഭാഗത്തു നിന്നും ബേക്കർ ജംഗ്ഷനിലേക്ക് വരുന്നു. പിന്നീട് നടന്നതൊക്കെ ആസൂത്രിതമാണ്. ഇതാണ് ഇ ഡിയുടെ ആരോപണം. ഇ ഡി ഉദ്യോഗസ്ഥർ റെയ്ഡിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആ കാർ ആക്രമിച്ച് തകർത്തതും ഇ ഡി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതുമൊക്കെ ഒരു ആസൂത്രിത നീക്കമായിരുന്നു. അപ്പോൾ ഇത് കേവലം പ്രവർത്തകർക്ക് മാത്രം ചെയ്തു കൂട്ടാൻ കഴിയില്ല. ഇവിടെ പ്രവർത്തകരുമായി ആരൊക്കെ ആശയവിനിമയം നടത്തി, എന്തൊക്കെ ശബ്ദ സന്ദേശങ്ങളാണ് അവർ അയച്ചത്, ആരൊക്കെ ആരെ മൊബൈലിൽ വിളിച്ചു, ഇതാണ് അന്വേഷിക്കേണ്ടത്. ഇത് എത്രത്തോളം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ കണ്ടെത്തും, ഈ സംശയമാണ് ഇ ഡി ഉയർത്തുന്നത്. ഇതവർ കോടതിക്ക് മുമ്പാകെ ഉയർത്തും. ഈ കേരള പോലീസിൻ്റെ അന്വേഷണം ദുർബലമായാൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഇത്തരം കാര്യങ്ങളായിരിക്കും ഏറ്റവും ശക്തമായി അവർ ഉന്നയിക്കുക. ഇതാണ് ഈ കേസിൻ്റെ ഏറ്റവും വലിയ തലം. ഇവിടെയാണ് നമ്മുടെ A. റഹീം അടക്കമുള്ളവർ പെട്ടുപോകാനിരിക്കുന്നത്. കാരണം A. റഹീം കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്നാണ് ഇ ഡി പറയുന്നത്. സാക്ഷികളെ സ്വാധീനിച്ച്, നമുക്കറിയാം ആ ഇ ഡി ഉദ്യോഗസ്ഥർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് ഡ്രൈവർ ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെട്ടു A. റഹീമിൻ്റെ നേതൃത്വത്തിലുള്ള നേതാക്കൾ, ഉന്നത നേതാക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതിൽ ആരൊക്കെ ഈ കേസിൽ ഇടപെട്ടു? IP ബിനു പൂർണ്ണമായി കുടുങ്ങി. ഈ കേസ് മറ്റൊരു തലത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരെയാണ് ആക്രമിച്ചിരിക്കുന്നത്. രാജ്യസുരക്ഷാ ഭീഷണി ഉയർത്തുന്ന കാര്യമാണ് നടന്നത് എന്ന് കോടതിയുടെ നിരീക്ഷണമുണ്ട്. അപ്പോൾ കോടതി ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ കടുപ്പിച്ചാൽ അത്ര എളുപ്പമല്ല ഇനി CPM പ്രവർത്തകർക്ക് ഏതെങ്കിലും തലത്തിൽ ജയിലിൽ നിന്ന് തടിയൂരി വരിക. മറുവശത്ത് CBI എത്തിയാൽ ഇവരെയൊക്കെ വലിച്ച് തീഹാറിലെത്തിക്കാനുള്ള സാധ്യതയുമുണ്ട്. വല്ലാത്ത ഒരവസ്ഥയിലാണ് പാർട്ടി പെട്ടിരിക്കുന്നത്. നമ്മൾ ഇന്നലെ വരെ കണ്ട ഒരു അവസ്ഥയല്ല. കാരണം കേസ് ഇപ്പോൾ അതിൻ്റെ ഗൂഢാലോചന തലം അന്വേഷിക്കണം എന്ന നിലയിലെത്തി നിൽക്കുന്നു. കേസിൽ ആക്രമിക്കപ്പെട്ട സംഭവം, ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തകരുടെ വിശദാംശങ്ങൾ ഒക്കെ SIT കളക്ട് ചെയ്തു. പക്ഷേ ഇതിന് നിർദ്ദേശം നൽകിയ മുതിർന്ന നേതാക്കൾ ആരൊക്കെ? ആ നേതാക്കൾ സുഖമായി വീട്ടിലിരിക്കുന്നു. പകരം ഈ ആക്രമിക്കാനിറങ്ങിയ പാവപ്പെട്ട അണികൾ ജയിലഴിക്കുള്ളിൽ കിടക്കുന്നു. വലിയ വൈരുദ്ധ്യമാണ് നമ്മൾ കാണുന്നത്. ED സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും കേന്ദ്ര ഏജൻസികളെ കൊണ്ട് ഏറ്റെടുപ്പിക്കണം എന്നൊരു ചിന്തയും ഉണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. കാരണം ഈ CBI ബംഗാളിൽ അന്ന് റേഷൻ കുംഭകോണവുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം അന്വേഷിക്കാൻ ED ഉദ്യോഗസ്ഥർ ചെന്നപ്പോൾ അവർക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു. നമുക്കറിയാം അന്ന് ഷെയ്ഖ് ഷാജഹാൻ അടക്കം ചില നേതാക്കൾ 2 വർഷത്തോളം ജയിലഴിക്കുള്ളിൽ കിടന്നു. ED ആക്രമിച്ച കേസാണ് അത്. CBI അന്വേഷിച്ച് കേസ് ചാർജ് ഷീറ്റ് കൊടുത്തത്. അതിന് സമാന്തരമല്ലേ, അതിന് സമാനമല്ലേ ഈ കേസിൻ്റെ സാഹചര്യവുമെന്ന് ED ചോദിക്കുമ്പോൾ അതിന് മറ്റു ഉത്തരമൊന്നുമില്ല. പിന്നെ മറുവശത്ത് 3 MLA-മാരെ കിട്ടിയിരിക്കുക BJPക്ക്. ഈ 3 MLA-മാരിൽ നിന്ന് അവർക്ക് 30 ഭരണത്തിലേക്ക് എത്താനുള്ള ഒരു ചുവട് വെപ്പ് നടത്തണം. തിരക്കിട്ട് CBI ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടില്ല. അതിന് 2 കാരണങ്ങളുണ്ട്. ഒന്ന്, BJP അമിത ആവേശം കാണിച്ചാൽ ഈ ED റെയ്ഡിൻ്റെ സുതാര്യത നഷ്ടപ്പെടും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തൊട്ടടുത്ത ദിവസം തന്നെ ഈ കേസിൽ CBI അന്വേഷണം പ്രഖ്യാപിച്ചാൽ അത് CPM രാഷ്ട്രീയമായി നേരിടും, വലിയ ആരോപണങ്ങൾ ഉയർത്തും. EDയുടെ കേസ് തുടർന്ന് CBIയെ പെട്ടെന്ന് തന്നെ കേസ് ഏൽപ്പിച്ചത് ഒക്കെ കേന്ദ്ര സർക്കാരും BJPയും നടത്തുന്ന ഗൂഢാലോചനയാണ് എന്നൊരു വാദം, ഇരവാദം അവർ ഉയർത്തും. അത് ഒഴിവാക്കണം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്. അപ്പോൾ അതിൻ്റെ ഒരു ഓർഗാനിക് കോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. അതുകൊണ്ടാണ് കേരള പോലീസ് അന്വേഷിക്കട്ടെ. അതിൽ വീഴ്ച വരുന്ന ഘട്ടത്തിൽ, വീഴ്ച വരുന്നത് കേന്ദ്ര സർക്കാരിന് സ്വന്തം നിലയ്ക്ക് നിരീക്ഷിക്കാൻ കഴിയും. കേസ് കോടതിയിലെത്തുമ്പോൾ ഇത് വലിയ തോതിൽ വിമർശനങ്ങൾക്കിട വരുത്തും. കോടതി ഇതിനെ നിശ്ചിതമായി വിമർശിച്ചാൽ ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരാര് എന്ന് കോടതി ഒരു ചോദ്യം ചോദിച്ചാൽ ഈ കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിച്ചാൽ എവിടെയും എത്തില്ല. കാരണം ഇതിൽ രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകും എന്ന് കോടതി പറഞ്ഞാൽ കേസ് CBIയിലേക്ക് പോകും. അപ്പോൾ BJPയെ സംബന്ധിച്ച് വളരെ സുരക്ഷിതമാണത് ആ നടപടി. ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് ഇടതുപക്ഷ നേതാവായ പ്രശാന്തിനെയല്ലേ ഞങ്ങൾ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം ഉയർത്താം അവർക്ക്, അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നുള്ള നിലയ്ക്ക് അവരെ ഏൽപ്പിച്ചല്ലോ എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ മറുവശത്ത് ഇത്ര വലിയൊരു പോലീസ് ഫോഴ്സ് ഈ കേസ് അന്വേഷിച്ച് ഇതിൽ വീഴ്ചകൾ സംഭവിച്ചാലോ കോടതി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ എടുത്തു കൊടുക്കും. അത് ആത്യന്തികമായി CBI ഇവിടെ എത്താൻ ഇടവരുത്തും. ഒട്ടും ഭദ്രമല്ല ഈ ആക്രമണത്തിന് ഇറങ്ങി തിരിച്ച പ്രവർത്തകരുടെ ഒരു സ്ഥിതി. ഈ ഒരു സർക്കാരിൻ്റെ ഒരു ആദ്യ നാളുകളാണ്.
അപ്പോൾ ആ സമയത്ത് തന്നെ ആഭ്യന്തര വകുപ്പിനെ പോലുള്ളൊരു പ്രധാന വകുപ്പ് സമ്മർദ്ദത്തിലാവുകയാണ്. ഇവിടെ തിരിച്ച് ആഭ്യന്തര വകുപ്പല്ല സമ്മർദ്ദത്തിലാണ്. ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ കയറി കളിക്കാനുള്ളൊരു സന്ദർഭം അവർക്ക് കിട്ടിയിരിക്കുകയാണ്. CPM വലിയ പ്രതിരോധത്തിലായില്ലേ? അതെ, CPM വലിയ സമ്മർദ്ദത്തിലായി. കാരണം കേന്ദ്ര അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരെയാണ് അവരെ ആക്രമിച്ചിരിക്കുന്നത്, വാഹനം തല്ലി തകർത്ത്. ഇതൊക്കെ ദൃശ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇവിടെ മറ്റൊരു വലിയ പ്രശ്നം ഉയർന്നു വരുന്നുണ്ട്. പിണറായി വിജയൻ അന്ന് റെയ്ഡിന് ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച വാക്കുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാണ്. എന്നോടാരും ചോദ്യമൊന്നും ചോദിച്ചില്ല, എന്നെ ED ക്വസ്റ്റ്യൻ ചെയ്തില്ല, മകളുമായി ബന്ധപ്പെട്ട ഒരു കേസ് അന്വേഷിക്കാനാണ് ED വീട്ടിലെത്തിയത്. അവർ അവിടെ പരിശോധന നടത്തി മകളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇതിലപ്പുറം അവിടെ ഒന്നും സംഭവിച്ചില്ല എന്ന് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞു. അവിടെയാണ് പാർട്ടി അണികൾ പരസ്പരം ചോദിക്കുന്നത്, നമ്മൾ എന്തിനാണ് ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ മകളുടെ ഒരു സ്വകാര്യ കേസിൽ ഇടപെട്ടത്? ഇതവരുടെ വ്യക്തിപരമായ അവരുടെ ബിസിനസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട ഒരു വിവാദവും കേസുമാണ്. അതിൽ പാർട്ടി എന്തിനാണ് ജീവൻ പണയം വെച്ച് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കാൻ ഇറങ്ങിയത്? ആ മകളെ എന്തിനു നമ്മൾ സംരക്ഷിക്കണം? മുൻപ് പാർട്ടി സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ലഹരി കേസ് വന്നപ്പോൾ നമ്മൾ ഇത്തരം സംരക്ഷണവുമായി ഇറങ്ങിയില്ല. അപ്പോൾ ഒരു പാർട്ടി നേതാവിൻ്റെ മകളെ സംരക്ഷിക്കാൻ പാർട്ടി അണികളെ തെരുവിലിറക്കുന്ന ഒരു കാഴ്ചയല്ല നമുക്ക് മുന്നിൽ. ഇത് അത്യന്തം ക്രൂരമാണ്. പാർട്ടി അണികൾ എന്തിനാണ് അവരുടെ ജീവൻ പണയം വെച്ച് ഇത്തരമൊരു സംഭവത്തിലേക്ക് ചെന്ന് വീഴുന്നത്? പ്രവർത്തകരുടെ വീടുകളിൽ നിന്ന് വലിയ വികാരവും ഉണരുന്നു. അതെ, ഈ പാവപ്പെട്ട പ്രവർത്തകർ ജയിലിൽ പോയി കിടക്കുവാണ്. റെയ്ഡിന് വിധേയരായ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ വളരെ സുഖകരമായി വീട്ടിലിരിക്കുന്നു. ഇനി കേസിലേക്ക് വരാം നമുക്ക്. ഇത് പാർട്ടിയിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. കേസിൻ്റെ സ്ഥിതി എന്താണ്? ഈ കഴിഞ്ഞ ദിവസം CMRL ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. ED കേസിൽ ഒരു സ്റ്റേ വേണമെന്നാവശ്യപ്പെട്ടൊരു ഹർജി നൽകി. ആ ഹർജി വിശദമായി കേട്ട കോടതി ഹർജിക്കാരൻ എന്ന നിലയിൽ ഈ CMRLൻ്റെ വിശദമായ വാദം കേട്ടു. എന്നിട്ട് കോടതി പറഞ്ഞു, ഞങ്ങൾ ഉത്തരവ് വെള്ളിയാഴ്ച പുറപ്പെടുവിക്കാം, അതുവരെ CMRLുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണ്ട എന്നതുകൊണ്ട് വീണ വിജയൻ രക്ഷപ്പെടുന്നില്ല. CMRLുമായി ബന്ധപ്പെട്ട അന്വേഷണം വെള്ളിയാഴ്ച വരെ കോടതി സ്റ്റേ ചെയ്തു. എന്നാൽ വീണ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് യാതൊരുവിധ തടസ്സവുമില്ല. ഇവിടെ വളരെ ബുദ്ധിപൂർവമാണ് ഇപ്പോൾ EDയുടെ നീക്കം. ED വീണ വിജയനുമായി ബന്ധപ്പെട്ടവരുടെ മൊഴിയെടുക്കുന്നു, വീണ വിജയനുമായി ബന്ധപ്പെട്ടവരെ ചോദ്യം ചെയ്യുന്നു, വീണ വിജയനുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ, രേഖകൾ സംഘടിപ്പിക്കുന്നു. വെള്ളിയാഴ്ച തന്നെ വീണയ്ക്ക് അവർ സമൻസ് നൽകുമെന്നാണ് അറിയുന്നത്. അങ്ങനെ ചോദ്യം ചെയ്താൽ അറസ്റ്റിലേക്ക് കടക്കാൻ യാതൊരുവിധ തടസ്സവുമില്ല. ഈ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന ഒരു വിധിയാണ് CMRLനെതിരെ കോടതി വെള്ളിയാഴ്ച പുറപ്പെടുവിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ മണിക്കൂറുകൾക്കകം വീണ വിജയൻ അറസ്റ്റിലാകും. അപ്പോൾ ഇനി പാർട്ടി തെരുവിലിറങ്ങുമോ? ഇനി പാർട്ടി പ്രവർത്തകർക്ക് അതിനെതിരെ പ്രതിഷേധിക്കാൻ കഴിയുമോ? ഇവിടെ മുറുക്കുമല്ലേ ഒരു വശത്ത്, മറുവശത്ത് വീണ വിജയൻ അറസ്റ്റിലാവാൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷം. അത്യന്തം രൂക്ഷമാണ് കാര്യങ്ങൾ. ഈ ഏതെങ്കിലും തരത്തിൽ വിധി മറിച്ചാവാൻ സാധ്യതയുണ്ടോ വെള്ളിയാഴ്ചത്തെ വിധി? നേരത്തെ വീണ വിജയൻ നൽകിയ ഒരു കേസ് നമുക്കറിയാം. വീണ വിജയന് സ്റ്റേ കിട്ടിയില്ല. അതെ, അത്ര എളുപ്പമല്ല. കാരണം ഒരുപാട് തെളിവുകൾ, ഇത് കള്ളപ്പണ നിരോധന നിയമപ്രകാരം EDക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നൊരു കേസാണ്. 2,70,00,000 രൂപ കൈമാറിയതിൻ്റെ രേഖകളുണ്ട്. പക്ഷേ ആ പണം കൈപ്പറ്റുമ്പോൾ യാതൊരുവിധ സർവീസും മറുവശത്ത് ചെയ്തിട്ടില്ല. എക്സാലോജിക് CMRLന് യാതൊരുവിധ സർവീസും ചെയ്തിട്ടില്ല. അപ്പോൾ കേസ് രൂക്ഷമാണ്. നമ്മളിതെല്ലാം പരിശോധിക്കുമ്പോൾ വീണ വിജയൻ വലിയ അപകടത്തിലേക്കാണ് ഒരു വശത്ത്, മറുവശത്ത് പാർട്ടി വലിയ പ്രതിരോധത്തിൽ. EDയെ ആക്രമിച്ച കേസിൽ CBI ഉൾപ്പെടെ അന്വേഷണത്തിനിറങ്ങും. ഇത് വീണ വിജയൻ്റെ അറസ്റ്റിൽ കലാശിക്കും. കാര്യങ്ങൾ ഒട്ടും ഭദ്രമല്ല CPMന്. ഈ തിരുവനന്തപുരത്ത് ഒരു വലിയ മുൻതൂക്കം CPMനുണ്ടായിരുന്നു. ആ സ്ഥാനത്ത് നിന്നാണ് നഗരസഭ BJP കൊണ്ടുപോയത്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചില സീറ്റുകളിൽ UDF മുന്നേറ്റമുണ്ടായി. അപ്പോൾ ആ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് പാർട്ടിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചുമതലപ്പെട്ട ഒരു നേതൃനിര തന്നെ ഇപ്പോൾ പ്രതികളായി അകത്തു പോകാൻ പോവുകയാണ്. ഈ PBD ഉൾപ്പെടെ ഒരു കൗൺസിലറല്ലേ, എത്ര പേരാണ്, ഉണ്ണി ഉൾപ്പെടെ എത്ര പേരാണ്? 25 പേരിൽ ഒതുങ്ങില്ല. അതല്ലേ പാർട്ടിയുടെ പേടി. പാർട്ടി ഇപ്പോൾ ഒരു പാതാളക്കുഴിയിലേക്ക് വീഴാനുള്ളൊരു സാഹചര്യം ഒരുക്കി നിൽക്കുകയാണ്. 200 പേര് പോട്ടെ, 100 പേരകത്തായാൽ എന്തായിരിക്കും പാർട്ടിക്ക് സംഭവിക്കുന്നത്? AKG സെൻട്രൽ ചെന്ന് ഇവരുടെ കുടുംബാംഗങ്ങൾ കലാപം ഉണ്ടാക്കില്ലേ? നേതാക്കൾ എന്തിനാണിങ്ങനെ
ഞങ്ങളെ കുരുതി കൊടുക്കുന്നതെന്ന് അവർ ചോദിക്കില്ലേ? അവരുടെ കുടുംബങ്ങൾ, വീട്ടിലുള്ളവർ ചോദിക്കില്ലേ? പഴയതുപോലെ രക്തസാക്ഷിത്വം വരിക്കാനോ പഴയതുപോലെ ജയിലിൽ കിടന്ന് പാർട്ടി വളർത്താനോ ഇന്ന് ആർക്കും അങ്ങനെ ഒരു വികാരമില്ല. കാരണം നേതാക്കളുടെ മക്കൾ രമ്യഹർമ്മങ്ങളിൽ ജീവിക്കുന്നു, അവർ ആഡംബര സമൃദ്ധിയിൽ കഴിയുന്നു. പിന്നെ പാർട്ടി അണികൾ മാത്രം എന്തിനാണ് ഇങ്ങനെ പോലീസിൻ്റെ അടിയും ഇടിയും വാങ്ങുന്നത്? വിയർപ്പൊഴുക്കുന്നവർക്കൊക്കെ എന്ത് അവകാശം അല്ലെങ്കിൽ എന്ത് ആനുകൂല്യങ്ങളാണ് ഈ പാർട്ടിയിൽ ലഭിക്കുന്നത്? ഈ ഒരു ചോദ്യം ന്യായമായി സ്വാഭാവികമായി അവരുടെ മനസ്സിലുണ്ട്. വല്ലാത്തൊരു പതനത്തിലേക്ക് പാർട്ടി കടക്കുന്നു. ഇത് കേരളത്തിലെ പ്രതിപക്ഷത്തെ ദുർബലമാക്കും. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. എന്തായാലും അതാണ് ഏറ്റവും ഒടുവിലത്തെ ഒരു സാഹചര്യം എന്നത്. CPM വല്ലാത്ത പ്രതിസന്ധിയിലാവുകയാണ്. കേരള പോലീസ് കൃത്യമായ നടപടികളുമായി കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. EDയും നിരീക്ഷണവുമായി പിന്നാലെയുണ്ട്. നമസ്കാരം.